ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡിലും ഗെയിം പ്ലേയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിന്ന് ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇതൊരു സർവൈവൽ ഗെയിം പ്ലേ ആണ്. നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ പീക്കിൻ്റെ മേലെ ഇറങ്ങിയിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പീക്കിൻ്റെ മേലെ ഇറങ്ങി സാറ്റിനോ ക്യാരക്ടർ സ്കില്ല് ഇടുക. പിന്നെ ആ ഡ്രോപ്പിൻ്റെ ഒരു സാധനമല്ലോ ഗൈസ്, അത് ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങുക, ഗണ്ണെടുക്കുക, സീനായി കളിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പീക്കിൻ്റെ മേലെ ഇറങ്ങിയ ഓക്കെ, അപ്പം ഞാനിങ്ങനെ കുറച്ചിങ്ങനെ കളിച്ച് കുറച്ച് പ്ലസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു കിട്ടുന്ന ഗെയിം പ്ലേ ആണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. കുറേ ഗെയിം പ്ലേ നിങ്ങൾ അവൻ്റെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ചാനൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ചാനലിൻ്റെ പേര് കൈൻഡ് ഓഫ് ക്രേസി 3.0 എന്നാണ് ഗൈസ്. ഓക്കെ, ഞാനിവിടെ സൈഡിലായിട്ട് ചാനൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിൽ എൻ്റെ സൗണ്ടും അവൻ്റെ സൗണ്ടും ഉണ്ടാവും. പക്ഷേ എനിക്കിതിൽ എന്തോ ഒരു സൗണ്ടിന് പ്രോബ്ലം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇതേ മോളിൽ നിന്ന് കുറേ പേര് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കിടിലം പോലെ ഡാമേജ് കൊടുക്കാൻ നോക്കണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഗെയിം പ്ലേയിലുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ നമുക്ക് മാക്സിമം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, നോക്ക് ഗൈസ് ഏതാ, അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ കളിച്ചു. ഓക്കെ, അപ്പം അവൻ്റെ ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ ഗൈസ് നമുക്ക് ചുമ്മാ ഒരു നോക്കൊക്കെ കിട്ടി ഒരു കില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ബുള്ളറ്റും കഴിഞ്ഞു. സ്കാറിൻ്റെ കുഴപ്പമില്ല, ഒരു സ്കാറിൻ്റെ ബുള്ളറ്റും കൊണ്ട് നമ്മൾ 2 കില്ല് അടിച്ചിട്ടുണ്ട്, വേറെ ലെവലായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേ, ഇനി നമ്മൾ ഗെയിം പ്ലേൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൻ്റെ ചാനലിൽ കയറി ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടും ഞാൻ ശരിക്കും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്, എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ എന്തൊക്കെ സംസാരിച്ചു നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ചാനലിൽ കയറി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് സാറ്റിനോട്ടിൻ്റെ മേലെ പോയി കിഡിലൻ ഇതൊക്കെ ആക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ പീക്കിൻ്റെ മേലെ ആരുമില്ല. അപ്പോൾ ഒരു സർവൈവൽ ഗെയിം പ്ലേ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ വീഡിയോയിലിട്ട് 50 ലൈക്ക് വന്നിട്ട് 10 ലൈക്കോ 15 ലൈക്കോ വരെ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിന് വ്യൂസ് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, ഞാൻ തന്നെയാണ് അതിന് കാരണം. വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാണ്ട് ആൾക്കാരുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ ലൈക്കും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ പേര് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ജാടയാണ്, എന്താണ് നമ്മൾ റിക്വസ്റ്റ് ഇട്ട് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ അക്കൗണ്ട് അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ അവർ പറഞ്ഞ നെയിമൊക്കെ അതിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ UID ഇടുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ UID ഇനി എല്ലാ വീഡിയോൻ്റെ താഴെയും ഇതാക്കി വയ്ക്കാം ഗൈസ്. ഓക്കെ, പിൻ ചെയ്ത് വയ്ക്കാം. അങ്ങനെ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് 50 ലൈക്ക് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോൻ്റെ താഴെ എൻ്റെ UID ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈക്ക് ചെയ്യാനോ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ച് നേരം കാണാനൊന്നും പറയണം, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ പറയാം. നിങ്ങളിപ്പോൾ 50 ലൈക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോൻ്റെ താഴെയും എൻ്റെ UID പിൻ ചെയ്ത് തരുന്നതാണ്. അപ്പം അതാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കൊന്ന് ഗെയിം പ്ലേ നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വെറുതെ ഗെയിം പ്ലേ നോക്കാൻ വേണ്ടി കുറേ നേരമായി, ഒന്നും നോക്കിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഓക്കെ, എന്താവുമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാണ്. എന്താവുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, നോ ഐഡിയ ഫോർ ദ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഗെയ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ വീഡിയോൻ്റെ ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ കട്ട് ചെയ്യാൻ ഞാനൊന്നും ആക്കിയിട്ടില്ല. കുറേ നേരം പീക്കിൻ്റെ മേലെ ഇരിക്കുക, അത്ര തന്നെയുള്ളൂ ഗൈസ്, പിന്നൊന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ. നമുക്ക് കുറച്ച് നേരം ഇവിടെ കുറച്ച് ചുറ്റി കളിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേ 4 മിനിറ്റൊക്കെ ആയി നിങ്ങൾ വെറുതെ ഇരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിനോട്ട് താഴെ പോയി ഗണ്ണൊക്കെ എടുത്തൊരു എന്തായാലും നമുക്കൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു മണിക്കൂറോ. ഓക്കെ, അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ കുറച്ച് അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വിടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ലാഗ് അടിപ്പിക്കേണ്ട വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഡ്രോപ്പ് ഇട്ടു. അപ്പോൾ ഡ്രോപ്പ് ഒരെണ്ണം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡ്രോപ്പിൻ്റെ സ്കില്ല് എടുത്ത് ഈ ഡ്രോപ്പിൻ്റെ ഇതും കൂടി എടുത്തിട്ട് ഞാൻ നമുക്ക് ഇതാക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഗണ്ണ് എടുത്തിട്ട് പിന്നെ എനിമി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവൻ്റെ അടുത്തും ഡ്രോപ്പ് ഉണ്ട്, അവനും ഡ്രോപ്പൊക്കെ ഇടും ഗൈസ്. ഇതിൻ്റെ മേലെ ഇടും ഡ്രോപ്പ്, അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പോൾ ഇവിടെ കുറച്ച് എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എനിമീനെ അടിക്കുന്ന കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൻ ഡ്രോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ഓക്കെ, ഞാൻ ഇടാന്നൊക്കെ വേണ്ടി കാണിച്ചെങ്കിലും നിങ്ങൾ വെറുതെ ലാഗ് അടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്.
കുറേ എന്ന് പറഞ്ഞാൽ കുറേ. ഓക്കെ, പിന്നെ നമുക്കവിടെ ആ വെൻഡിങ് മെഷീൻ്റെ അവിടെ റിവൽ ഫോയിലിൻ്റെ അവിടെ എനിമി ഉണ്ട്. അപ്പോൾ ഒരു ഡൂ ആണ് ഗൈസ്, ഒരു ഡൂ ഉണ്ട് അവിടെ. ഞാൻ ഇതിട്ട് സ്കോപ്പ് ചെയ്തതിൻ്റെ കുറേ ബുള്ളറ്റ് വേസ്റ്റായി. ബുള്ളറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, 10 ബുള്ളറ്റ് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. സ്കാർ MP5 നോ ഐഡിയ ഗൈസ്. കണ്ട ബുള്ളറ്റൊക്കെ എവിടേക്കോ പോവാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിക്കോട്ടെ, എൻ്റെ ബുള്ളറ്റ് ഫുള്ള് പോകുന്നു. ഡാമേജ് ഉണ്ട്, ബട്ട് കണ്ട എന്തുവാണിത് ഫ്രണ്ട്സ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ ഡ്രോപ്പ് ഇട്ടിട്ടില്ല ഗൈസ്. അവൻ ഇടാൻ പോവാണെന്ന് തോന്നുന്നു. കാരണം ഡ്രോപ്പ് ഇട്ടെങ്കിൽ ഇവിടെ കാണില്ലേ, അതാണ് എത്ര നേരമായി. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ ഇടുന്ന വരെ വെയിറ്റ് ചെയ്യാം. അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നമുക്ക് നോക്കാം. സോഡൊക്കെ നമുക്ക് അനുകൂലമാണ്. ഓക്കെ, അനുകൂലം. അവിടെയൊക്കെ എനിവി പോകുന്നുണ്ട്, പക്ഷെ അടിക്കാൻ പറ്റില്ല കാരണം ബുള്ളറ്റില്ല. അപ്പോൾ അവൻ ഇതിൻ്റെ മേലൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതിൻ്റെ മേലേക്ക് ഡ്രോപ്പ് ഇട്ടുണ്ട്. ഓക്കെ, ഞാൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതെ ഡ്രോപ്പ് അതിൻ്റെ മേലെ വീണ്. നമുക്ക് വേഗം പോയി നമുക്ക് കുറച്ച് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കൊരു 60 ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. 60 സ്കാറിൻ്റെ ബുള്ളറ്റാണ് കിട്ടിയിരിക്കുന്നത്. സ്കാറിൻ്റെ ഒരു 60 ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രീ ഫയറിൻ്റെ റെക്കോർഡിങ്ങിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൂടെ ഒരു സാധനങ്ങളൊന്നും കാണാൻ സാധിക്കും. സാധനങ്ങൾ മീൻസ് നമ്മുടെ ഈ ഗണ്ണിൻ്റെ അടിക്കുന്ന സാധനവും അതൊന്നും കാണാൻ പറ്റില്ല. എന്നെ കാണാൻ പറ്റും. പിന്നെ ആ സൈഡിലുള്ള ഗണ്ണ് മാപ്പ്, പിന്നെ ആ JD റോളേഴ്സ് എൻ്റെ ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കാരണം എനിക്ക് റെക്കോർഡിങ്ങിലിട്ട് കളിക്കുമ്പോൾ എനിക്ക് നല്ല ലാഗും ബഗ്ഗും ഒക്കെ കൂടി വന്ന് സീനാണ് കേസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്കത് പറ്റുമോ നോക്കട്ടെ കേസ്. നമ്മൾ വേറെ ഫോണൊക്കെ എടുത്ത് പറ്റുകയാണെങ്കിൽ ഞാൻ അതാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ തന്നെ കുറച്ച് നേരം കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ സോണ് വരാറാകുമ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാടാറാകും കുറച്ച് നേരം കൂടി മതി കേസ്. നമ്മൾ ചാടൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് കാരണം ഒരു 10 മിനിറ്റെങ്കിലും വീഡിയോ വേണ്ട കേസ്. എന്താണ് കേസ്? ഓക്കെ, നമുക്ക് വാച്ചോറൊന്നും ആയിട്ടില്ല. വാച്ചോറ് കിട്ടിയ മോണിറ്റൈസേഷനാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് നേരം കൂടി കാണാൻ ഞാൻ പറഞ്ഞില്ലേ 50 ലൈക്കായ നമ്മുടെ എല്ലാ വീഡിയോൻ്റെതായ എൻ്റെ UID പിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് റിക്വസ്റ്റ് ഇടാം. പിന്നെ നിങ്ങളുടെ പേരും കൂടി അതിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്നാലാണ് ഞാൻ ആപ്ലിക്കേഷൻ എടുത്ത് പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നു. എനിമിനൊന്നും കണ്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളെ വ്യൂസൊക്കെ കുറവാണ്. കാരണം ഞാൻ തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും ആ ഡ്രോപ്പ് എടുക്കാം ഗൈസ്. ഓക്കെ, അതോ ലേറ്റ് പോയ ആ ഡ്രോപ്പിൻ്റെ എനിക്ക് തോന്നുന്നു അവിടെ ആരോ ആ ഡ്രോപ്പ് ഒന്ന് എടുത്തു എന്നാണ് എനിക്കതാണ് തോന്നുന്നത്. ഞാൻ അവിടെ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. സ്കാറിൻ്റെ സ്കാറൊക്കെ എടുത്ത് അവിടെ നോക്കിയിട്ട്, പക്ഷെ ആരെയും കാണുന്നൊന്നും ഇല്ല ഗൈസ്. എന്താണ് ചെയ്യാമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും അവൻ്റെ ചാനൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടി ചെക്കൗട്ട് അടിച്ചേക്കാം. നമ്മൾ വേഗം പോയി നമ്മൾ അങ്ങനെ വേഗം എടുത്ത് സാറ്റിനോ കഴിയുമ്പോഴേക്കും വേഗം എടുക്കണം. എടുത്തു സാറ്റിനോ കഴിഞ്ഞ് സബാഷായിട്ടുണ്ട് ഗൈസ്. സാറ്റിനോ കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇനി വീട്ടിൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ് നല്ലത് തോന്നുന്നു. അതിനടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്. കാരണം സോണ് പീക്ക് കഴിഞ്ഞ് എന്നാണ് എൻ്റെ വിശ്വാസം. ആണ് ഗൈസ്. ഓക്കെ, സോണ് പീക്ക് കഴിഞ്ഞ് ഫോറസ്റ്റ് സ്കോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. സീനാണ്. അപ്പോൾ നമ്മുടെ ചാവണ നിങ്ങൾ കൺമുന്നിൽ വെച്ച് കാണാൻ പോകുകയാണ്. ഓക്കെ, അപ്പം ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വായിൽ വരുന്നതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, വായിൽ വരുന്ന പറയണേ. അല്ലാണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും പറയുമല്ലോ ഗൈസ്. ഓക്കെ, ചില വീഡിയോയിലൊന്നും നമ്മൾ അങ്ങനെ എഴുതി വെക്കാറേ ഇല്ല. നമ്മൾ അവനെ ലോക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ശരിക്കും എനിക്ക് കുമ്മം കിട്ടാൻ നോക്കിയതാണ്. നോ കംപ്ലീറ്റ് ചെയ്തൊന്നുമല്ല. ലൂട്ട് വല്ലതും കിട്ടുമോ? അത്ര ലൂട്ടൊന്നും ഇല്ലെങ്കിലും ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഗ്രോസ എക്സ് ആണെങ്കിൽ സീനായിരുന്നു. ഓക്കെ, ഗ്രോസ ഉണ്ട്, സ്കാറും ഉണ്ട്. എന്താവും എന്തോ ഗൈസ്. ഓക്കെ, ഗ്രോസയിൽ ഫോറസ്റ്റ് സ്കോപ്പ് പോയല്ലോ. ഞാൻ ഈ ഫോറസ്റ്റ് സ്കോപ്പ് എടുത്ത് മാറ്റി വെക്കുകയാണ് ഗൈസ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കാറത്തെ ഫോറസ്റ്റ് സ്കോപ്പ് എടുത്ത് നമ്മൾ ഗ്രോസയിൽ വെക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഇൻട്രോ ഞാനിങ്ങനെ എൻ്റെ മുഖം കാണിച്ച് ചെയ്യണമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ആ GTA 5 പോലുള്ള ഗെയിം പ്ലേയിൽ വന്ന പോലെ അതേപോലെ കമൻറ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതേപോലെ വേണമെങ്കിൽ ഇപ്പം ഞാൻ മുഖം കാണിച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി ആ ഒരു സംഭവം എന്നിട്ട് എൻ്റെ ഇൻട്രോ വേണോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിൽ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ ഗ്ലൂ വാൾ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ ഒരാൾ കമൻറ്റ് ചെയ്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് എനിമി വന്ന് അവൻ നോക്ക്. ഞാനിവിടെ എല്ലാം ഗ്ലൂ വാൾ വലിച്ച് വാരി ഇടുന്നുണ്ട്. എൻ്റെ നെതർ വേൾഡ് ഗ്ലൂ വാളിൻ്റെ സ്കിന്നൊന്നും നിങ്ങൾ കാണാവില്ല ഗൈസ്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് 399 ഡയമണ്ട് എടുത്ത് വാങ്ങിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ ഭയങ്കര ഓഫറിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് ഭയങ്കര സാഡ്നെസ്സാണ്. എന്നിട്ട് പണ്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഗ്ലൂ വാൾ ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വാളിൻ്റെ സ്കിൻ എടുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്യും ഗൈസ്. ഓക്കെ, അതിനിപ്പോൾ ആര് പറഞ്ഞാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം.
എനിമിയൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അതിൻ്റെ നമ്മളെ പുറത്ത് 2 ഡൂ ഉണ്ട്. ദേ അവൻ മുകളിലൊക്കെ കയറി അടിക്കുന്നു. നമ്മുടെ ഫ്രണ്ട് നോക്ക്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ റിവൈവ് ചെയ്യാണ്. ഇവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ചാടി വരാനൊന്നും പറ്റില്ല. ശരിക്കും എൻ്റെ ഹെഡ് അടിക്കായിരുന്നു. ആ എനിമിക്ക് ബുദ്ധിയില്ലാത്തതിന് ഞാൻ എന്തോ ചെയ്യാനാണ് ഗെയ്സ്. മെഡ് അടിക്കട്ടെ. അവന് മെഡില്ലാന്ന് തോന്നുന്നു. നമ്മൾ സൂപ്പർ കൊടുക്കേണ്ടതിന് വരെ നോർമൽ മെഡാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും നമ്മൾ ചാവാനുള്ള കാരണം എന്ന്. എന്തായാലും നമ്മൾ ചത്ത് ഗൈസൊക്കെ. പക്ഷെ അലൈവ് നോക്കണേ, ആകെ 3 പേര് അലൈവുള്ളൂ. 2 ഡൂ ഇവിടെയാണെങ്കിൽ വേറെ ഒരാൾ വേറെ ഒരു സോളോ പ്ലെയറാണ് അലൈവുള്ളൂ. ഞാൻ നോക്കായി. അവൻ എന്നെ റിവൈവ് ചെയ്തില്ല ഗൈസൊക്കെ. റിവൈവ് നമ്മൾക്ക് അടിച്ചിട്ട് അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പിടിച്ചേക്കാം. നമുക്ക് എന്തായാലും ഒരു വീഡിയോ വൈൻഡ് പിടിക്കാം.